ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? ഇവിടെ ഇപ്പൊ ഭയങ്കര മഴയാണ്, നല്ല മഴ ഇനി വരുന്നുണ്ട്. ഇപ്പൊ കുറച്ചൊരു മഴ മാറി നിൽക്കുന്ന സമയമാണ്, അപ്പോഴാണ് ഞാനിപ്പോ ഇത് എടുക്കണത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ നമുക്ക് ഈ മഴ സമയത്ത് കഴിക്കാൻ പറ്റിയതാണ് ഞാനിപ്പോ ഇന്നത്തെ റെസിപ്പി നമ്മളുടെ ഇട്ട. എന്തെന്നുണ്ടെങ്കിൽ പിന്നെ ബട്ടർ കപ്പ, അതാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. പിന്നെ ബട്ടർ കപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൽ കപ്പയെക്കാളും എനിക്കൊന്നും കൂടി സ്വാദ് കൂടി തോന്നിയിരിക്കുന്നത് ഈ ബട്ടർ കപ്പയ്ക്കാണ് കേട്ടോ. ഞാൻ അത് രണ്ടും ഉണ്ടാക്കി കഴിക്കാറുണ്ട്, പക്ഷെ ഇതിന് കുറച്ചൊരു കൂടുതൽ പോലെ ഒരു സ്വാദ് തോന്നി. അപ്പൊ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാലോ, അതാണ് ഞാനിന്നത് ഉണ്ടാക്കാൻ കാരണം. അപ്പൊ നമുക്ക് അതിലേക്ക് എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടത് നമുക്ക് നോക്കിയാലോ. ബട്ടർ കപ്പ ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഞാൻ പറയല്ലേ, കപ്പ. ഞങ്ങളിവിടെ കൊള്ളിക്കിഴങ്ങ് എന്നാണ് പറയട്ടെ. അപ്പൊ ഇത്രയും ഞാൻ കൊള്ളിക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കഴുകിയിട്ട് ഉണ്ട്, അതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി കുറച്ച് നന്നായിട്ട് വേണം, എന്നാലാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അപ്പൊ ചെറിയ ഉള്ളി നമുക്കിത് ചെറുതാക്കി നുറുക്കിയെടുക്കാനിയത്. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതേപോലെ കടുക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് കുരുമുളകിന്റെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ബട്ടർ കപ്പ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ കൊള്ളിക്കിഴങ്ങ് നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വെന്ത് കിട്ടണല്ലോ, അതിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം മതി. അതിന്റെ ശേഷം നമുക്ക് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വന്നോട്ടെ. പിന്നെ ഈ കപ്പയൊക്കെ വേവണത് ഓരോ കപ്പയ്ക്ക് ഓരോരോ തന്നെ. എനിക്കിത് വേവണതാണ്. അപ്പൊ ഇത് 2 വിസില് കഷ്ടിയെ വരണ്ടു, അപ്പോഴേക്കും തന്നെ നല്ലോണം ആവും. ശരിക്കും ഒരു വിസിലേ വേണ്ടു. ഒരു വിസില് നല്ലോണം അടിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് വരും ചെയ്തിട്ട് അത്രയും വേണ്ടു. ഈ കപ്പയ്ക്ക് ഇത് വേഗം വേവണതാണ്, അപ്പൊ അത്ര മതി. ഇനി നമുക്കിത് വിസിലടുപ്പിച്ച് കൊണ്ടുവരാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബട്ടർ കുറച്ചങ്ങനെ ഇട്ട് കൊടുക്കാം. ബട്ടർ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതൊന്ന് അങ്ങോട്ട് ചൂടായി വരട്ടെ. ഞാനിവിടെ കൊള്ളിക്കിഴങ്ങ് കണ്ടു. ഞാനിവിടെ ഒരു 2 വിസിൽ അടിച്ചിട്ട് വേഗം തുറന്നു കേട്ടോ. ഒരു വിസിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ട് തുറന്നാൽ മതി. ഇത് ഞാൻ 2 വിസിൽ അടിച്ചല്ലോ, അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്ന് വേഗം തുറക്കും ചെയ്തു. ഇനി നമുക്ക് ഇതുണ്ടല്ലോ, അത് ഇതിലിട്ട് കൊടുക്കാം. ഇതേപോലെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ? നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നിട്ട് കൂട്ടി യോജിപ്പിക്കാം. കണ്ടില്ലേ? നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഇങ്ങടെ ഉടച്ചിട്ട് കൊടുത്തിട്ട് കണ്ടില്ലേ? ഒക്കെ നന്നായി ഇങ്ങടെ ഉടഞ്ഞു വന്നു. പിന്നെ നന്നായി വെന്ത കാരണം നമുക്കൊന്നും ഇങ്ങോട്ട് ഇതാക്കി കൊടുക്കുക വേണ്ട കേട്ടോ. കണ്ടില്ലേ? നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ നാളികേരപ്പാലും ഈ കപ്പയും കൂടി കിടന്നിട്ട് ഒന്നും ഇങ്ങോട്ട് യോജിപ്പായിട്ട് വരട്ടെ. ഇത് ഈ ഒന്ന് കൂട്ടി കൊടുക്കാം. നന്നായി തിളച്ച് കുറുകി ഇങ്ങനെ വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളകിന്റെ പൊടി ഇല്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഒന്നുകൂടി ആവട്ടെ, ഒന്നുകൂടി ഇങ്ങോട്ട് കുറുകി വരട്ടെ.
കണ്ടില്ലേ? ഇതേപോലെ ആയാൽ മതി കേട്ടോ. കണ്ടുക, ഇതേപോലെ ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കൂടി ഇരുന്ന് കുറുകിക്കോളൂ. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. വാങ്ങി ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം എന്താ പറയാ, ഈ പാൻ കഴുകിയതിന്റെ ശേഷം നമുക്ക് ഇതിൽ വറവിടാനായിട്ട് വെക്കാം. ഞാനിവിടെ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്നും കൂടി ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ മറ്റൽ മുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തു. ഒന്നും കൂടി പൊട്ടി വരട്ടെ. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് എന്താ പറയുക, ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിങ്ങോട്ട് വളഞ്ഞ് വരണം. നമ്മളുടെ ഉള്ളി ഇവിടെ ഒരു ഇതായിട്ട് ഇതേപോലെ ആയാൽ മതി. ഇനി നമുക്ക് ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബട്ടർ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. നമുക്ക് ഈ മഴ സമയത്ത് കഴിക്കാനൊക്കെ പറ്റിയിട്ട് ഉള്ളതാണ് ഇപ്പൊ ഇത്. പിന്നെ മഴ സമയത്ത് നമുക്ക് കൂടുതൽ ഇഷ്ടം കറുമുറൊക്കെ കഴിക്കാനാണ്. പക്ഷെ ഈ കട്ടൻ ചായൻ്റെ ഒപ്പം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ ഈ ബട്ടർ കപ്പ ഉണ്ടാക്കി കഴിക്കാൻ ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.